തിരുവനന്തപുരത്ത് നിന്നാണ് ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്ത് നിന്നും. ശ്രീ ശിവദാസൻ, 6 പ്രതികൾ പൾസർ സുനി അടക്കം 6 പേർ കുറ്റക്കാരാണെന്നും ദിലീപ് അടക്കമുള്ളവർ കുറ്റവിമുക്തരായുമുള്ള വിധി വരുന്നു. പക്ഷേ അപ്പോഴും കുറ്റക്കാരാണ് എന്ന് 6 പേർ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവരെ കോടതി വിധിക്കുമ്പോഴും കേരളം ആ വിധിയെ അവിശ്വസിക്കുന്ന മട്ടിൽ പലരും പ്രതികരിക്കുന്നു. എന്തുകൊണ്ടാവും ഇപ്പോഴും അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്നൊരു തോന്നൽ ആളുകൾക്കുണ്ടാവുന്നത്? നമസ്കാരം അനിയ, എനിക്ക് എന്റെ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി 8 വർഷക്കാലമായി പല പല തെളിവുകളും മൊബൈലുകളും റിമാൻഡ് ചെയ്യുകയും സൂക്ഷ്മയോടെ പരിശോധിക്കുകയും കേരള പോലീസ് എഫ്ഐആർ കറക്റ്റ് തയ്യാറാക്കുകയും ചെയ്ത ആ കേസിൽ കോടതി അദ്ദേഹത്തിനെ വെറുതെ വിട്ടു. എവിഡൻസുകളെല്ലാം എതിരായിരുന്നു. പക്ഷേ കോടതിയെ കുറ്റം പറയുമ്പോൾ ഇനി അപ്പീലിന് പോകാം. അപ്പീലിന് പോകുമ്പോൾ അവിടെയും കുറ്റം തെളിഞ്ഞാൽ അത് ശിക്ഷിക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന്റെ 1-ാം പ്രതി എന്ന് പറയുന്നത് മഞ്ജു വാര്യരാണ്. ഇത് ബഹുമാനപ്പെട്ട കോടതിക്കറിയാം. പക്ഷെ അവരെ പേരിൽ ഭരണപക്ഷമോ പ്രതിപക്ഷമോ വാദിയോ പ്രതിയോ അവിടെ ചോദ്യമോയെ പോലും പറഞ്ഞിട്ടില്ല. കറക്റ്റ് പോയിന്റാണ് ഇത്. അത് കഴിഞ്ഞിട്ട് ഒരു സംശയം, ഈ വിഷയത്തിൽ ഏറ്റവും ഉറച്ച നിലപാട് ആദ്യം സ്വീകരിച്ചവരിൽ ഒരാൾ മഞ്ജു വാര്യരാണ്. അവരാണ് ഈ അതിജീവിതയ്ക്ക് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഇക്കാര്യത്തിൽ പൾസർ സുനി എന്ന് പറയുന്ന ഒരാൾ കൊട്ടേഷൻ എടുത്ത് ഗുണ്ടാപ്പണി ചെയ്യുന്ന, ക്രിമിനൽ പ്രവർത്തനം ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് പിന്നിൽ മറ്റൊരാൾ ഉണ്ട്, അത് ആരാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തണമെന്ന ആവശ്യം ആദ്യം ഉന്നയിച്ചത് അവരാണ്. അങ്ങനെ ഉറച്ച നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ അവർ ഒട്ടേറെ സിനിമാ രംഗത്ത് നിന്ന് ഒട്ടേറെ അവർക്ക് കൈപ്പേറിയ അനുഭവങ്ങളടക്കം നേരിടേണ്ടി വരികയും ഒക്കെ ചെയ്തു. അങ്ങനെ ഒരു സ്ത്രീയാണ് ഇതിൽ കുറ്റക്കാരി എന്ന് താങ്കൾ എങ്ങനെയാണ് പറയുന്നത്? അതിൻ്റെ പോയിന്റ് എന്താണ്? ശരി, പറഞ്ഞു. സാറ് മനസ്സിലാക്കേണ്ട കാര്യം, ദിലീപ് എന്ന കലാകാരനല്ല, ദിലീപ് എന്ന ഭർത്താവിനെയാണ് മനസ്സിൽ തട്ടി നെഞ്ചുരുവി ദൈവത്തെ പോലെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു, ഒരു മേഡമായിരുന്നു നമ്മളെ മഞ്ജു വാര്യർ. അദ്ദേഹം അങ്ങനെ ഭാര്യ കഴിഞ്ഞ സമയത്ത് കാവ്യമാധവനായിട്ട് സ്നേഹമുണ്ടായി. ആ സമയത്ത് പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടായിരിക്കുന്ന സമയത്ത് ഈ മഞ്ജു വാര്യരും ദിലീപും കൂടി കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി പരസ്പരം സെറ്റിൽമെന്റ് ചെയ്ത് മഞ്ജു വാര്യർ ഡിമാൻഡ് അംഗീകരിക്കാതെ ഡൈവോഴ്സ് ചെയ്യുകയും തിരിച്ചതിനു ശേഷം മഞ്ജു വാര്യർ വിവാഹം കഴിച്ച് പോയതിനു ശേഷം പോലും ദിലീപ് അവരെ വിട്ടില്ല. വീണ്ടും അവരെ വിവാഹം കഴിച്ച് വന്നപ്പോൾ ഒരു ഭാര്യ, ഒരു ഭർത്താവ് എത്ര മോശമായ സ്ത്രീ ആയിരുന്നാലും ഒരു ഭർത്താവിനെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചാൽ ആ സ്ത്രീ ആ പുരുഷനെ ഒരിക്കലും മറക്കൂല. ശ്രീ ശിവദാസൻ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. മനസ്സറിഞ്ഞ് സ്നേഹിക്കോ സ്നേഹിക്കാതിരിക്കോ എന്തെങ്കിലുമൊക്കെ ലോകത്ത് ഒരുപാട് ഭാര്യമാരും ഇവര് മാത്രമൊന്നും അല്ല കേരളത്തിൽ. ഈ താങ്കൾ പറഞ്ഞ കുറ്റക്കാരി ആണ് ഈ മഞ്ജു വാര്യർ എന്ന് പറയാൻ താങ്കളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? അതേപോലെയാണ് കോടതി ചോദിച്ചിട്ടുള്ളത്. അത് കറക്റ്റാണ് കോടതി. അത് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യവുമില്ലാതെ ഈ അതിജീവിതയ്ക്കൊപ്പം ഉറച്ച നിലപാട് സ്വീകരിച്ച മഞ്ജു വാര്യർ കുറ്റക്കാരിയാണെന്ന് താങ്കൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അത് പറയൂ. അതിനവസാനം എനിക്ക് കിട്ടാത്ത സ്നേഹം യവന് പാടില്ല. പിന്നെ അതൊക്കെ താങ്കളൊക്കെ തീരുമാനിച്ചാൽ മതി. എനിക്ക് കിട്ടാത്ത, അവർ ഡൈവേഴ്സ് ചെയ്ത് അവർ അന്തസ്സായി ജീവിക്കുകയാണ്. അവർക്ക് ഇങ്ങനെ ഒരാളിൽ നിന്ന് ഒഴിഞ്ഞു പോയതിൽ സന്തോഷമാണ് അവർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അല്ല അവരെവിടെയും എനിക്ക് അയ്യോ കഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ദുഃഖമൊന്നും അവരെവിടെയും പ്രകടിപ്പിച്ച് ഞങ്ങളാരും കണ്ടിട്ടില്ല. പിന്നെ എന്തിനാണ് സാറേ താങ്കൾ വെറുതെ ഒരാൾക്കെതിരെ അവർ കുറ്റക്കാരിയാണ് എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? മഞ്ജു വാര്യരാണ് കൊട്ടേഷൻ കൊടുത്തത് അല്ലല്ലോ. ഇല്ല, ഇത് പിന്നെ എങ്ങനെയാണ് താങ്കൾ അവർ 1-ാമത്തെ കുറ്റക്കാരി അവരാണെന്ന് എങ്ങനെയാണ് ശ്രീ ശിവദാസൻ താങ്കൾ പറയുന്നത്? അത് എന്തെന്ന് കേട്ടാല് നമുക്കിരുന്ന് കാണാം. അന്ന് ഈ ദിലീപിന്റെ വിഷയം ആദ്യം ശ്രീ ശിവദാസന് ചുമ്മാ ഇരുന്നപ്പോൾ തോന്നി എനിക്ക് മഞ്ജു വാര്യരാണ് ഇതിൽ 1-ാമത്തെ കുറ്റക്കാരൻ. അല്ലാതെ പറയാൻ ഒരു ലോജിക്കലായി പറയാൻ ഒരു പോയിന്റ് പോലും ഇല്ല. പിന്നെ ഉണ്ടെങ്കിൽ പറയാം. അല്ലാതെ ചോദിക്കാൻ കാരണം ഈ ദിലീപ് ഒരു കോള് വിളിക്കുകയോ ഇവരെ സംസാരിക്കുകയോ ഒരു രൂപ കൊടുക്കുകയോ ഒരു തെളിവ് കോടതി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ശ്രീ ശിവദാസൻ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. തെളിവിന്റെ കാര്യം അതെല്ലാം അവിടെ നിൽക്കട്ടെ. കോടതി തെളിവുകളും സാക്ഷിമൊഴിയൊക്കെ നോക്കി തീരുമാനമെടുക്കുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ. താങ്കൾ പറഞ്ഞ ഈ മഞ്ജു വാര്യരാണ് കുറ്റക്കാരി എന്ന് പറഞ്ഞത്, അതിന് എന്താണ് താങ്കളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു പോയിന്റെങ്കിലും പറയാനുണ്ടോ? അതാണ് ഞാൻ പോയിന്റ് പറഞ്ഞത്. എന്ത് പോയിന്റ്? വിവാഹബന്ധം വേർപെട്ട് പുറത്തു പോകുന്ന ആളുകളെല്ലാം മുൻ ഭർത്താവിനെതിരെ ഇങ്ങനെ ചെയ്യുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഞാൻ പിന്നെ മാറ്റി നിർത്തി അവർക്ക് അതിന് ആനന്ദം കൊള്ളണം. അത് അവര് ഈ 1 വർഷം കൊണ്ട് അദ്ദേഹത്തെ കൊന്നൊടുക്കി അദ്ദേഹത്തെ എല്ലാം നശിച്ചു. ഇനി അദ്ദേഹം ഒരു ബോഡി മാത്രം ജീവൻ ഉണ്ടെന്നേ കാര്യം. ശരി ശിവദാസൻ, ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ മിനിമം ആരോപണത്തിന് ലോജിക്കലായി പറയാൻ എന്തെങ്കിലും ഒരു പോയിന്റ് വേണം. അല്ലാതെ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി അതുകൊണ്ട് ഭർത്താവിനെതിരെ ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞതിനകത്ത് എന്താണ് കാര്യം? ശരി ശിവദാസൻ, ശരി നടക്കട്ടെ. താങ്കൾ സ്വസ്ഥമായിരുന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ എന്ന്. ശ്രീ സുരേഷ്